ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വെറൈറ്റി നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 പാക്കറ്റ് മാഗി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് 3 കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തിരുന്നത്. അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഒരു പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് വെജിറ്റബിൾസിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്കിതിലോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നൂഡിൽസ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ഇട്ടൊന്ന് ചിക്കി എടുക്കണം. 2 എഗ്ഗ് എടുത്ത് ഉപ്പും പെപ്പറും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിൽ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതേ പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള എല്ലാം ഇപ്പോൾ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു 5 ബീൻസ് കട്ട് ചെയ്ത് വെച്ചതും ഞാനിങ്ങനെ സ്ലാൻഡായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഓയിലിൽ കിടന്നിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മസാലയിലും സോയ സോസിലും എല്ലാം ഉപ്പുള്ളത് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായിരിക്കും. ക്യാരറ്റും ബീൻസും എല്ലാം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാലൻസുള്ള ഒരു പാക്കറ്റ് മാഗി മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കി വെച്ചിരുന്ന എഗ്ഗും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ച മാഗി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി അഥവാ സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലൽപ്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി മാഗിയിലൊന്ന് സെറ്റാക്കി എടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നൂഡിൽസ് റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഓരോ വെറൈറ്റി ആയിട്ടാണ് നൂഡിൽസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റൈലിൽ എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.